അങ്ങനെ ഒരുപാടധികം കാത്തിരിപ്പിനൊടുവിൽ നവ്യ ആ ഒരു സത്യമെല്ലാം തന്നെ തിരിച്ചറിയുന്നുണ്ട്. ചന്തുമോൾ അബിയുടെ കുഞ്ഞാണ് എന്ന കാര്യം മുത്തശ്ശൻ തന്നെയായിരിക്കും അങ്ങ് വിട്ടു പറയുന്നത്. നയനയാണെങ്കിൽ അതിന്റെ സകല തെളിവുകളും നവ്യയുടെ മുന്നിൽ അങ്ങ് നിരത്തിവെക്കും. സഹിക്കെട്ട് കഴിയുമ്പോഴാണ് അവസാനം അവരത് തെളിവ് സഹിതം തന്നെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സത്യമെല്ലാം ബോധ്യമായതോടുകൂടി തന്നെ നവ്യ ആകെ തകർന്നു പോയി. അവളൊന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. നവ്യ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് അനഘയുടെ അടുത്തേക്കായിരിക്കും. അനഘയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ അനഘയോട് ആദ്യം നവ്യ മാപ്പ് ചോദിക്കുന്നുണ്ട്. അവിടെ ചെന്ന് അനഘയോട് മാപ്പ് ചോദിച്ചതിനു ശേഷം നവ്യ ചില തീരുമാനങ്ങൾ എടുക്കും. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ. അഭിയെ വെറുതെ വിടാനൊന്നും നവ്യ തീരുമാനിച്ചിട്ടില്ല. നവ്യയുടെ തീരുമാനം അനന്തപുരിയെ പോലും ഞെട്ടിച്ചിട്ടുള്ള കടുത്ത തീരുമാനം തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നവ്യ അങ്ങനെ അനഘയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് കൈ കൂപ്പിക്കൊണ്ട് തന്നെ അവളോട് മാപ്പ് ചോദിച്ച് പൊട്ടിക്കരയാണ്. എന്നിട്ട് അനഘയോട് പറയുന്നുണ്ട്, അനഘയെ നീ എന്നോട് ക്ഷമിക്കണം. ചന്തുമോളോട് ഞാൻ ഒരുപാടധികം ദ്രോഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യമൊന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മനസ്സിലേക്ക് അഭി കോരിയിട്ട വിഷം അതിങ്ങനെ തികട്ടി തികട്ടി വരുന്നത് കൊണ്ടാണ് നയനയോടും ആദർശനോടും ആ ഒരു ദേഷ്യത്തിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ചന്തുമോളോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതും. അല്ലാതെ ആ കുട്ടിയോട് എനിക്കൊട്ടും തന്നെ ദേഷ്യമുണ്ടായിട്ടൊന്നുമല്ല. ആദർശേട്ടനോടുള്ള ദേഷ്യമായിരുന്നു ഞാൻ ആ കുട്ടിയോട് കാണിച്ചിരുന്നത്. ആദർശേട്ടന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് ചന്തുമോളെന്നും നയനയും വീട്ടിലുള്ള എല്ലാവരും അത് അംഗീകരിച്ചതും കണ്ടപ്പോൾ എനിക്കത് സഹിക്കാനായില്ല. അതുപോലെ തന്നെ എൻ്റെ അഭി ഓരോ തെറ്റ് ചെയ്യുമ്പോഴും എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുന്നതും ആദർശേട്ടന്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നതും കണ്ടപ്പോൾ എനിക്കതൊട്ടും തന്നെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ അന്ന് ചന്തുമോളെ എതിർത്തത്. ചന്തുമോളെ കാണുമ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ദേഷ്യമായിരുന്നു. ആദർശേട്ടൻ നയനെ ചതിക്കുവാണല്ലോ എന്നുള്ള ദേഷ്യം. അതുപോലെ തന്നെ അനഘയോട് ആദർശേട്ടൻ ചെയ്ത തെറ്റുകളോടുള്ള ദേഷ്യം. അതൊക്കെ കൊണ്ട് മാത്രമാണ് ഞാൻ ആ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അത് ആ കുട്ടിക്ക് ഒരുപാടധികം വിഷമമാകിയിട്ടുണ്ട് എന്നും എനിക്കറിയാം. അനഘയെ എന്ത് ചെയ്യാനാ? ഞാനിപ്പോൾ നിന്റെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിക്കാണ്. ഇതല്ലാതെ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊന്നും നിന്നോട് പറയാനില്ല. നിന്നോട് അഭി ചെയ്തതിനും ഞാൻ ചന്തുമോളോട് ചെയ്തതിനും എല്ലാം തന്നെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. നിന്നെയും ആദർശേട്ടനെയും നയനെയൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അല്ലെങ്കിലും ഈ നവ്യ ഇങ്ങനെ തന്നെയാണ്, വെറും പൊട്ടിയാണ്. ഒന്നും മനസ്സിലാവാതെ എടുത്തു ചാടിയിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കും. എന്നിട്ട് അബദ്ധത്തിൽ അങ്ങ് ചെന്ന് ചാടും. നേരത്തെയുള്ള എൻ്റെ സ്വഭാവമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. നീ എന്നോട് ക്ഷമിക്കണം അനഘയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്നങ്ങ് പൊട്ടിക്കരയുന്ന സമയത്ത് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അനഘക്കും ആകെ വിഷമായിരിക്കും. അങ്ങനെ സത്യങ്ങളെല്ലാം നവ്യ അറിഞ്ഞല്ലോ എന്നോർക്കുമ്പോൾ അനഘയുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീരിങ്ങനെ ഇറ്റി വീഴാണ്. അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, ആരായി വന്നിരിക്കുന്നത്? നവ്യയോ? നവ്യ എന്തിനാ വന്നത് എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ അനഘയെ കണ്ടിട്ട് ഒന്ന് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്നേരം അവർ ചോദിക്കുന്നത്, അതെന്തിനാ ഇപ്പൊ മാപ്പൊക്കെ പറയുന്നത്? അതിന് മാത്രം മോൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കും. അല്ല, അഭിയാണ് അനഘയുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന വിവരം എനിക്ക് മാത്രമായിരുന്നു അറിവില്ലാത്തത്, നവ്യ പറഞ്ഞു. അന്നേരം ജോലിക്കാര് പറയുന്നത്, എനിക്കും അതൊന്നും തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ അഭി സർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ കുട്ടിയെ കൊല്ലാൻ നോക്കുന്നുണ്ട് എന്ന കാര്യം എനിക്കറിയാമായിരുന്നു. അന്നേരം നവ്യ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ അഭി ചെയ്തോ എന്ന്. അവൻ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൻ അത്രക്ക് ദുഷ്ടനാണ്. അവൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യുമെന്ന് ആ ചേച്ചി പറഞ്ഞു. ഒരു ദിവസം ഇവിടെ അനഘാതെ കിടക്കുന്ന അനഘയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയപ്പോഴാണ് അനഘ വീണ്ടും ഐസിയുലായത്. അവർ പറഞ്ഞു. നവ്യ പറയുന്നത്, അതെ അവൻ ദുഷ്ടനാണ്. ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ആരെ കൊല്ലാനും ചതിക്കാനൊന്നും അവന് മടിയില്ല. ഒരുപാട് പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം പോലും അവൻ നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഞാനും. ആദർശേട്ടനുമായിട്ടുള്ള എൻ്റെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ആദർശേട്ടനേക്കാൾ പണമുള്ളതും മൂർത്തി ജ്വല്ലറിയുടെ MDയും അവനാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ആ ഒരു കല്യാണം പോലും മുടക്കിക്കൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും എന്നെ ഇറക്കി കൊണ്ടുപോയത്. അവസാനം അവൻ എന്നെ ഉപേക്ഷിക്കാൻ നോക്കിയെങ്കിലും ഞാൻ അനന്തപുരിയിൽ ചെന്ന് കയറി. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ ഇപ്പോൾ അനഘയെ പോലെ തന്നെ ആയേനെ. അഭി ചതിച്ച പെൺകുട്ടികളിൽ ഒരാളായി ഞാനും മാറിയേനെ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാണ് നവ്യ. ജോലിക്കാരിയും അത് ശരിവെച്ചു. അഭിസാറിന്റെ കുഞ്ഞായിരിക്കും ചന്തുമോളെന്ന് എനിക്ക് തോന്നിയിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അഭിസാർ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ കുട്ടിയെ എങ്ങനെ കൊല്ലാൻ നോക്കുന്നത്? അഭിസാർ വന്നു പോയതിനു ശേഷം അനഘ കുഞ്ഞിന്റെ മുഖം ആകെ മാറും. ആകെ വരിഞ്ഞു മുറുകിയിട്ടുണ്ടാവും. എന്തോ പേടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവും. ശരിയാണ്, അഭി തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് പറയും. നവ്യ പറഞ്ഞിട്ട് അതെല്ലാം മനസ്സിലാക്കാൻ ഞാൻ ഒരുപാടധികം വൈകിപ്പോയി. ഞാൻ അവനെ അത്രക്കങ്ങ് വിശ്വസിച്ചു. പല അബദ്ധങ്ങൾ പറ്റിയിട്ടും ഞാൻ അവരെ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
ഞാൻ അനഘയോട് മാപ്പ് ചോദിക്കുന്നു. ചന്തുമോളെ ഞാൻ ഒരുപാടധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുന്നു. അന്നേരം ജോലിക്കാരി ചോദിച്ചു, ഇനി നവ്യ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന്. ഇതിന്റെ പേരിൽ അനന്തപുരിയിൽ ഒരു കോലാഹലമുണ്ടാവുമല്ലോ എന്ന് ചോദിക്കും. ഇല്ല, ഇതിന്റെ പേരിൽ ഒരു കോലാഹലവും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. അഭിയോടൊപ്പമുള്ള ജീവിതം ഞാൻ എന്നെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. ഇനി അവന്റെ കൂടെ മുന്നോട്ട് പോവാനൊന്നും എനിക്ക് പറ്റില്ല. അവനെ പോലെ ഒരു ദുഷ്ടന്റെ കൂടെ ജീവിച്ചാൽ അനഘക്ക് വന്നതുപോലെ തന്നെ എനിക്കും എന്റെ കുഞ്ഞിനും ഈ ഒരു ഗതി തന്നെ വരും. ഒരു രാത്രി ഞങ്ങളെ രണ്ടുപേരെയും കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോലും അവന് മടിക്കില്ല. അവന്റെ അമ്മയും അതിന് മടിക്കില്ല. അതുകൊണ്ട് തന്നെ നവ്യ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ നിന്നും ഇറങ്ങി. നവ്യ അവിടെ നിന്നും നേരെ അനന്തപുരിയിലേക്കാണ് പോകുന്നത്. ആകെ കലുഷിതമായി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. നവ്യ ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ അവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണ്. നയന ആദർശനോടും മുത്തശ്ശനോടും ഒക്കെ പറയുന്നുണ്ട്, നവ്യജി എങ്ങോട്ടേക്കാണ് പോയതെന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ ഇനി വീട്ടിലേക്കായിരിക്കും പോയിരിക്കുന്നത്. സത്യമെല്ലാം മനസ്സിലായതോടുകൂടി തന്നെ അത് ചേച്ചിക്ക് വല്ലാത്തൊരു ഷോക്കായിട്ടുണ്ട്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന സങ്കടപ്പെടും. എന്നാൽ ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവയാനി അവളെ ആശ്വസിപ്പിക്കും. മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യ പെട്ടെന്ന് തന്നെ തീരുമാനമൊന്നും എടുക്കില്ല. കുഞ്ഞിവിടെ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ ഓർക്കാതെ അവൾ എങ്ങോട്ടേക്കും പോകുന്നില്ല. ദേഷ്യത്തിൽ ഒരു പക്ഷെ വീട് വിട്ടു പോയതായിരിക്കും. നീ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്കാൻ പറയാണ് നയനോട്. അങ്ങനെ നയന ഫോൺ എടുത്തിട്ട് നേരെ നന്ദാവനത്തിലേക്ക് വിളിച്ചു നോക്കും. കനകദുർഗയും ഗോവിന്ദനും അവിടെ ഉണ്ടായിരുന്നു. നയന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മേ, ചേച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുത്തശ്ശന് തന്നെ ഈ സത്യമെല്ലാം തന്നെ ഒടുവിൽ ചേച്ചിയോട് പറയേണ്ടി വന്നു എന്ന് പറയും. അന്നേരം കനകദുർഗക്ക് ഒരു ഷോക്കായിരിക്കും. കനകദുർഗ ചോദിച്ചു, എന്തിനാ മോളെ ഈ സമയത്ത് നവ്യോട് അതെല്ലാം തന്നെ പറയാൻ പോയത്? ഇത്രയും നാളും മറച്ചു വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് ഇനി എന്ത് കിട്ടാനാണ്? അന്നേരം നയന പറയുന്നുണ്ട്, അമ്മേ, ചന്തുമോളെ ചേച്ചി നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. നവ്യേച്ചി ചന്തുമോളെ ആ സ്റ്റെയർ കേസിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടിട്ട് കൊല്ലാൻ നോക്കി. മുത്തശ്ശിക്കും മുത്തശ്ശനും ചന്തുമോൾ എന്ന് വെച്ചാൽ ജീവനാണ്. അങ്ങനെയുള്ള കുഞ്ഞില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ അവസാനം ഗതി കെട്ടുകൊണ്ട് തന്നെ ഈ സത്യമെല്ലാം തന്നെ ചേച്ചിയോട് തുറന്നു പറയേണ്ടി വന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അപ്പോൾ എങ്ങനെയാണ് ചേച്ചിയോട് ഇത് പറയാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നയന. കനകദുർഗ പറയുന്നത്, അതേതായാലും ഒരു കണക്കിന് പറഞ്ഞത് നന്നായി. അവൾ എന്താണെങ്കിലും ഈ ഒരു സത്യമെല്ലാം തന്നെ അറിയേണ്ടതാണല്ലോ. ആദർശിനെ എത്ര കാലം ഈ ഒരു കുറ്റം പറയും? ഓരോ നിമിഷവും എൻ്റെ നെഞ്ചിൽ തീയായിരുന്നു. ഇനി നവ്യ ഒരു തീരുമാനം എടുക്കട്ടെ. ഞങ്ങൾ എന്തായാലും അവളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് പറയാണ് കനകദുർഗ. ചേച്ചി അവിടെ എത്തിയോ എന്ന് നയന തിരിക്കുമ്പോൾ ഇല്ലെന്ന് തന്നെ കനകദുർഗ പറഞ്ഞു. എല്ലാവരും താഴെ ആകെ ടെൻഷനോടെ ഇരിക്കുന്ന സമയത്തിന് അഭിയും ജലജയും റൂമിൽ ഇരിക്കുന്നുണ്ട്. സമാധാനമായോ? ഇത്രയും നാൾ അവൾ മിണ്ടാതിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങ് സുഖിച്ചു കഴിഞ്ഞു. ഇനി നവ്യ എങ്ങാനും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ജലജ പേടിയോടെ ഇരിക്കാണ്. ആ സമയത്തിന് അഭി പറയുന്നുണ്ട്, അമ്മേ, എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കാണ്. അനഘയുടെ കാര്യം എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ അവളിൽ നിന്നും മറച്ചു വെച്ചത്. എന്നിട്ട് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ആ കിളവനെല്ലാം അങ്ങ് തകർത്തു. ജലജ പറയുന്നുണ്ട്, ആര് തകർത്തതാ? അവൾ തന്നെയല്ലേ തകർത്തത്. എന്തിനാ ആ കുഞ്ഞിനെ തള്ളിയിടാൻ പോയത്? തല പൊട്ടി ചോര വന്നത് കൊണ്ടല്ലേ അച്ഛൻ എല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞത്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാട്ടോ ജലജ. ഈ വീട്ടിൽ നിന്നും ഇനി ഒരു പക്ഷേ നമ്മൾ ഇറങ്ങിപ്പോവേണ്ടി വരും. നീ ഏതായാലും ഒരുങ്ങിയിരുന്നോ എന്ന് ജലജ പറഞ്ഞു. അഭി ദേഷ്യപ്പെടുകയാണ്. അവൾ എവിടെയെങ്കിലും പോയി ചത്തു തുറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് അഭിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇതിനെയും കൊണ്ട് അവൾ എങ്ങോട്ട് പോയിരുന്നെങ്കിൽ എന്ന് ജലജ പറഞ്ഞപ്പോൾ അഭി പറഞ്ഞു, അമ്മ എന്താ ഈ പറയുന്നത്? കുഞ്ഞിനെയും കൊണ്ടെങ്ങാനും നവ്യ എവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ നിന്നും അടിച്ചിറക്കുമെന്ന് ഉറപ്പാണ് എന്ന് പറയും. അപ്പോഴേക്കും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നവ്യ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തി. നവ്യയെ കാണുന്ന സമയത്തിന് എല്ലാവർക്കും സന്തോഷമായി. മുത്തശ്ശനും മുത്തശ്ശിക്കും സമാധാനമായിരുന്നു. നയന ഓടിച്ചെന്നുകൊണ്ട് തന്നെ ചേച്ചി എങ്ങോട്ടേക്കായി പോയത് എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് ചോദിക്കാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനായി പേടിക്കുന്നത്? ഞാൻ ഏതായാലും അബദ്ധമൊന്നും കാണിക്കാൻ പോകുന്നില്ല. അഭി ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാ എൻ്റെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത്? എനിക്ക് ഏതായാലും എൻ്റെ കുഞ്ഞിനെ നോക്കണമല്ലോ. അതിനുവേണ്ടി ജീവൻ കളയാനൊന്നും എന്നെ കിട്ടില്ലെന്ന് പറയാണ് നവ്യ. മുത്തശ്ശൻ പറഞ്ഞിട്ട്, മോളെ നവ്യെ, നിങ്ങളുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയാതിരുന്നത്. നവ്യ പറഞ്ഞിട്ട്, മുത്തശ്ശൻ എന്തിനാണ് ഇത്രയും കാലം ഇതെല്ലാം തന്നെ എന്നിൽ നിന്നും മറച്ചു വെച്ചത്? അഭി ഒരു ചതിയനാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ എല്ലാവരും കരുതിയോ? അവന്റെ കൂടെ ഇത്രയും കാലം പറ്റിക്കപ്പെട്ട് ജീവിക്കുമായിരുന്നു ഞാന്. അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ചെയ്തു എന്നറിയോ? ഈ കുടുംബത്തെ തന്നെ തകർക്കാൻ നോക്കിയില്ലേ? നയനക്കോ ആദർശേട്ടനോ എന്നോടൊരു വാക്കെങ്കിലും പറയാമായിരുന്നു. എന്നിട്ട് ആ പിശാചിന്റെയും അവന്റെ അമ്മയുടെയും അഭിനയം കണ്ട് ഞാൻ അങ്ങ് ജീവിച്ചു. എന്തിനാ നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എന്നെ ഇങ്ങനെ പറ്റിച്ചത്? തെറ്റ് ചെയ്തവർക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടണമെന്നൊക്കെ പറയണം നവ്യ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്,
മോളെ, നിന്റെയും കുഞ്ഞിന്റെയും ഭാവി ഓർത്തതുകൊണ്ട് മാത്രമാണ് ജലജയും അഭിയും ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നവ്യ പറയുന്നത്. എന്നിട്ടിപ്പോ എന്തായി? സത്യം പുറത്തു വന്നില്ലേ? ഒരു സത്യം എത്ര കാലം ഇങ്ങനെ മൂടി വെക്കാൻ പറ്റും മുത്തശ്ശ? മുത്തശ്ശൻ അന്നേരം ക്ഷമ ചോദിച്ചു. നവ്യ പറയുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും മുന്നിൽ അങ്ങ് നാണം കെട്ടു. പാവം ചന്ദ്രമോളെ ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചു എന്നറിയോ? ഇതിനൊക്കെ ഞാൻ എവിടെയാണ് പോയി മാപ്പ് പറയേണ്ടത്? അങ്ങനെ അവൾ റൂമിലേക്ക് ചെന്നു. അബിയെ കണ്ട് നീ എന്നെ പറ്റിക്കുമായിരുന്നില്ലടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം അബി നവ്യയോട് മാപ്പ് പറഞ്ഞു. നവ്യെ, നീ എന്നോട് ക്ഷമിക്കണം. കല്യാണത്തിന് മുൻപ് പറ്റിയ ഒരു തെറ്റാണ്. നീ അംഗീകരിക്കില്ല എന്ന് പേടിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് മറച്ചു വെച്ചത് എന്നൊക്കെ പറഞ്ഞു. നവ്യ അബിയുടെ കുത്തിനങ്ങ് പിടിച്ചു. എടാ ദുഷ്ട, ചന്തുമോള് നിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത്? അനഘ കെഞ്ചിയിട്ടും നീ ആ കുട്ടിയെ ഏറ്റെടുത്തോ? ഇല്ലല്ലോ. അവൻ പറയുന്നുണ്ട്, ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തകരില്ലേ നവ്യെ? അന്നേരം നവ്യ ആക്രോശിച്ചു. എന്നിട്ട് നീ അവളെ കൊല്ലാൻ നോക്കിയില്ലേടാ? നിന്നെ പോലൊരു ദുഷ്ടന്റെ കൂടെ എന്റെ കുഞ്ഞിനെ വിടാനൊന്നും എനിക്ക് പറ്റില്ല. അവൾ കുഞ്ഞിനെ എടുത്തു. ജലജ വന്ന് തടയാൻ നോക്കി. അഭി നവ്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അടിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. ഇവൻ ചെയ്തതിന്റെ ഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. നീ പോവരുത് നവ്യെ. നവ്യ പറഞ്ഞു. നിങ്ങളും ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം. ഈ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കിയ വിഷജന്തുക്കളാണ് നിങ്ങൾ രണ്ടുപേരും. നവ്യ അന്നേരം തന്നെ അവിടെ നിന്നും തന്റെ സാധനങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി ഒരു ബാഗിലാക്കി കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. നയനയും മുത്തശ്ശനും തടഞ്ഞുവെങ്കിലും നവ്യ കേട്ടില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്. മോളെ നവ്യെ, നീ പോവാതിരിക്കുന്നതാ നല്ലത്. നീ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സംരക്ഷിച്ചത്. നവ്യ പറഞ്ഞത്. ഇനി വയ്യ മുത്തശ്ശ, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ഇനി ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ഇത്രയും പോകുന്നൊരു നീചന്റെ കൂടെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ഭാവിയാണ് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്നും നന്ദാവനത്തിലേക്ക് പോയി. നന്ദാവനത്തിലെത്തിയപ്പോൾ കനകദുർഗ ചോദിച്ചു. മോളെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നവ്യ പറയുന്നുണ്ട്. അമ്മേ, ആ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സഹിക്കണമെന്നാണോ അമ്മ ഈ പറയുന്നത്? എനിക്ക് ഡിവോഴ്സ് വേണം. പക്ഷേ അവരെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കുഞ്ഞിന് അവന്റെ സ്വത്തിന്റെ വിഹിതം കിട്ടണം. അവൾ പെറ്റീഷൻ നൽകി. വീണ്ടും അനന്തപുരിയിൽ ചെന്ന് മുത്തശ്ശനോട് പറഞ്ഞു. എനിക്ക് അബിയുടെ കൂടെ ജീവിക്കാനൊന്നും പറ്റില്ല മുത്തശ്ശ. ഡിവോഴ്സ് കേസ് കൊടുത്തു. പക്ഷേ ഈ കുഞ്ഞിന് കുടുംബത്തിൽ അവകാശമുണ്ട്. അബിയുടെ ഷെയർ എല്ലാം തന്നെ എനിക്കും എൻ്റെ കുഞ്ഞിനും കിട്ടണം. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. മുത്തശ്ശൻ പറഞ്ഞു. മോളെ, അത് നല്ല തീരുമാനം തന്നെയാണ്. അബിയുടെ ഷെയർ നിനക്ക് ഞാൻ തരാൻ തയ്യാറാണ്. അബി പണം കൊണ്ട് വേറെ പെണ്ണുകളുടെ പുറകെ പോവാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് നവ്യ പറഞ്ഞു. അബിയും ജലജയും അവളെ അനുനയിപ്പിക്കാൻ നോക്കിയെങ്കിലും നവ്യ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവൾ നന്ദാവനത്തിലേക്ക് തിരിച്ചുപോയി. അബിയുടെ സ്വത്തുക്കൾ മുഴുവൻ തന്നെ തനിക്കും കുഞ്ഞിനും കിട്ടണം എന്ന് വാദിക്കുകയാണ് നവ്യ. നവ്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം അനന്തപുരി തറവാടിനെ തന്നെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കി. ആഡംബരവും പണവും കണ്ട് അബിയുടെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ട പഴയ നവ്യയല്ല ഇപ്പോൾ നന്ദാവനത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ടത് പ്രതികാരത്തേക്കാൾ ഉപരി സ്വന്തം കുഞ്ഞിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള വാശിയായിരുന്നു. അടുത്ത ദിവസം തന്നെ തന്റെ വക്കീലുമായി നവ്യ അനന്തപുരിയിലെത്തുമ്പോൾ അബിയും ജലജയും ആകെ വിളറി വെളുത്തിരുന്നു. തറവാടിന്റെ ഉമ്മറത്ത് വക്കീലിനൊപ്പം ഇരിക്കുന്ന നവ്യയെ കണ്ട ജലജ പതിവ് ശൈലിയിൽ ഒന്ന് വിരട്ടാൻ നോക്കി. എടീ നവ്യെ, നീ എന്ത് കാണിക്കുവാണിവിടെ? കുടുംബത്തിന്റെ മാനം കളയാനായിട്ട് ഓരോ വേഷം കെട്ടുകളെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവർ അടുത്തെത്തിയെങ്കിലും നവ്യ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവരുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. നിങ്ങൾക്കിപ്പോ മാനത്തെക്കുറിച്ചാണോ ആകുലത? സ്വന്തം മകൻ ഒരു പെണ്ണിനെ ചതിച്ച് തെരുവിൽ ഉപേക്ഷിച്ചപ്പോൾ ഈ മാനമൊക്കെ എവിടെയായിരുന്നു? ഇനി ഈ നവ്യയുടെ കളി വേറെ രീതിയിലായിരിക്കും. അബിയുടെ പേരിൽ മൂർത്തീസ് ജ്വല്ലറിയിലുള്ള 30% ഷെയറും അനന്തപുരി തറവാട് വകയായി അവന് കിട്ടാനുള്ള വസ്തുതയും എന്റെ കുഞ്ഞിന്റെ പേരിലേക്ക് എഴുതി വെക്കാതെ ഈ പടി ഞാൻ ഇറങ്ങില്ല. അബി ഇതിനെ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും മുത്തശ്ശന്റെ നിലപാട് കടുപ്പമേറിയതായിരുന്നു. മുത്തശ്ശൻ അബിയെ നോക്കി ഗർജിച്ചു. നീ ചെയ്ത പാപങ്ങൾക്ക് ഈ പെണ്ണ് ചോദിക്കുന്ന പരിഹാരം വളരെ ചെറുതാണ് അബി. ഒന്നുകിൽ നവ്യ ചോദിക്കുന്നത് കൊടുക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോവാൻ തയ്യാറാവുക. കാരണം അനഘയെ നീ വധിക്കാൻ ശ്രമിച്ചതിന്റെ എല്ലാ തെളിവുകളും നയന ശേഖരിച്ചിട്ടുണ്ട്. അതോടുകൂടെ മുത്തശ്ശന്റെ ആ ഒരു വാക്ക് കേട്ടതോടുകൂടെ തന്നെ അബിയുടെ മുട്ട് വിറച്ചു. താൻ പടുത്തുയർത്തിയ കള്ളത്തരങ്ങളുടെ കൊട്ടാരം ചീട്ട് കൊട്ടാരം പോലെ തകരുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിന്നു. നവ്യയുടെ വക്കീൽ തയ്യാറാക്കിയ ആധാരങ്ങളിൽ വിറക്കുന്ന കൈകളോടുകൂടെ തന്നെ അബി ഒപ്പിട്ടു കൊടുത്തു. ജലജയ്ക്ക് തന്റെ മകന്റെ അധികാരം നഷ്ടപ്പെടുന്നത് കണ്ട് നെഞ്ചു പൊട്ടി കരയാനേ സാധിച്ചുള്ളൂ. സ്വത്തിന്റെ രേഖകളെല്ലാം തന്നെ കൈക്കലാക്കിയതിനു ശേഷം നവ്യ നേരെ പോയത് അനഘയുടെ അടുത്തേക്കാണ്. അനഘയുടെ കട്ടിലിനരികിൽ ചെന്നുകൊണ്ട് തന്നെ ആ രേഖകൾ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ നവ്യ പറഞ്ഞു. അനഘേ, ഇത് ചന്തുമോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അബിയിൽ നിന്നും ഞാൻ ഇത് പിടിച്ചു വാങ്ങിയത് എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, ചന്തുമോൾക്കും ഇതിൽ തുല്യ അവകാശമുണ്ട്. ഇത്രയും കാലം ഞാൻ നിങ്ങളെ ദ്രോഹിച്ചത് ഇതിലും വലിയൊരു പ്രായശ്ചിത്തം എനിക്ക് ചെയ്യാനില്ല. അനഘയുടെ കണ്ണുകളിൽ നിന്നും നന്ദി സൂചകമായ കണ്ണുനീരൊഴുകി. നയനയും ആദർശും നവ്യയുടെ ഈ ഒരു മാറ്റം കണ്ട് അതിശയിച്ചു പോയി. നവ്യ പതുക്കെ തന്റെ കുഞ്ഞിനെയും എടുത്ത് നന്ദാവനത്തിലേക്ക് നടന്നു. ഇനി ആർക്കും മുന്നിൽ തലകുനിക്കാതെ ആരുടെയും ദയയില്ലാതെ സ്വന്തം കാലിൽ തന്റെ കുഞ്ഞിനെ വളർത്തുമെന്ന ദൃഢനിശ്ചയം അവളുടെ മുഖത്തുണ്ടായിരുന്നു.
അനന്തപുരിയുടെ ചരിത്രത്തിൽ ആദ്യമായൊരു പെൺകരുത്ത് അധർമ്മത്തെ തറ പറ്റിച്ച നിമിഷമായിരുന്നു അത്. നവ്യയുടെ പോരാട്ടമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.